ബിഗ് ബോസ് കാണുന്നവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയല്ലേ ഇവർക്ക് അങ്ങനെ അധികം കാശേ കിട്ടും അല്ലെങ്കിൽ ദിവസം ഇവർക്ക് എത്രയാണ് കിട്ടുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്നാലും നമ്മൾ ഈ വീഡിയോയിൽ ഇതിനുള്ളൊരു ഉത്തരവാണ് നോക്കാൻ പോകുന്നത്. മലയാളം സീസൺ 7 ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ഒരാളെന്ന് പറയുന്നത് കോമണറായിട്ട് കയറിയിരിക്കുന്ന അനീഷാണ്. ഇദ്ദേഹത്തിന് വീക്കിലി ലഭിക്കുന്ന ഒരു തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഇതൊരു ബേസ് സാലറിയാണ്. ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് എത്രത്തോളം മെച്ചപ്പെടുന്നുണ്ട് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആഴ്ചകൾ മാറും തോറും അതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ശമ്പളത്തിനും അതിന്റെതായ വർധനമുണ്ടാവും. എങ്കിലും ബേസ് സാലറി ഈ ഒരു തുക അദ്ദേഹത്തിന് തന്നെ ലഭിക്കും. രണ്ടാമത്തെ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളാണ്. നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൂടെയും മറ്റൊക്കെ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. അപ്പൊ ഈ അനുമോളിന് ബിഗ് ബോസ് വീക്കിലി കൊടുക്കുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അതെന്തുകൊണ്ടാണ് അത്രത്തോളം കൂടുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ഞാൻ എന്തായാലും അവസാനം എന്തായാലും ചേർക്കാം. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യനാണ്. അദ്ദേഹം മോഡലാണ്. അതുപോലെ തന്നെ സിനിമ അഭിനയ രംഗത്തെല്ലാം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 സിനിമകളോളം അദ്ദേഹം എന്തായാലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് വീക്കിലി 35,000 രൂപ എന്ന രീതിയിലാണ് കിട്ടുന്നത്. ഇനി അടുത്താളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാഭവൻ സരികയാണ്. മിമിക്രി രംഗത്തോ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സീരിയലിലോ എല്ലാം അഭിനയിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഈ സരികയ്ക്ക് ലഭിക്കുന്ന ഒരു ശമ്പളം എന്ന് പറയുന്നത് 35,000 രൂപയാണ്. ഒരാഴ്ചയിൽ നല്ല രീതിയിൽ തന്നെയാണ് സരികയ്ക്കും കിട്ടുന്നത്. അടുത്ത അക്ബർ, RJ ബിൻസി എന്നിവരാണ്. ഇവർക്ക് രണ്ടുപേർക്കും വീക്കിലി 30,000 രൂപ എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അതിനുശേഷമുള്ള ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒണിൽ സാബു ആണ്. അദ്ദേഹം അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള ആളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. അദ്ദേഹം ബേസിക്കലി ഒരു ഷെഫാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്നത് വീക്കിലി 25,000 രൂപ എന്നുള്ള രീതിയിലാണ്. അഭിലാഷ് അഭിശ്രീക്ക് ലഭിക്കുന്നത് വീക്കിലി 20,000 രൂപ എന്നുള്ള രീതിയിലാണ്. അടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എല്ലാമായിട്ടുള്ള രനയാണ്. രനയ്ക്ക് ലഭിക്കുന്നത് വീക്കിലി 30,000 രൂപ എന്നുള്ള രീതിയിലാണ്. അടുത്ത മുൻഷിയാണ്. അദ്ദേഹത്തിന് വീക്കിലി 35,000 രൂപ എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ അടുത്ത ഓൾറെഡി ബിഗ് ബോസിൽ മത്സരിച്ചിട്ടുള്ള ജിസലിന് ലഭിക്കുന്നത് വീക്കിലി 40,000 രൂപ. അടുത്ത ഷാരികയാണ്. ഷാരിക നമുക്കറിയാം കൂടുതൽ ഇന്റർവ്യൂസും മറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഫേസ് തന്നെയാണ് ഷാരിക. ഷാരികയ്ക്ക് ലഭിക്കുന്നത് വീക്കിലി 30,000 രൂപ എന്ന രീതിയിലാണ്. അടുത്ത സീരിയൽ ആക്ടറും കൂടിയായിട്ടുള്ള ഷാനവാസ് ആണ്. അദ്ദേഹത്തിന് വീക്കിലി 50,000 രൂപ എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. നെവിന് ലഭിക്കുന്ന ശമ്പളം 25,000 രൂപ വീക്കിലി എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ആദില നൂറോ ഇവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് വീക്കിലി 50,000 രൂപ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഫിലിം ആക്ടറും കൂടിയായിട്ടുള്ള അപ്പാനി ശരത്ത്, അദ്ദേഹത്തിന് വീക്കിലി കിട്ടുന്നത് 50,000 രൂപ എന്നുള്ള രീതിയിലാണ്. പിന്നെ അതിനുശേഷം ശൈത്യക്ക് 25,000 രൂപ വീക്കിലി എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കാത്തിരിക്കുന്ന രേണുസുതിക്കും വീക്കിലി ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം വീക്കിലി 50,000 രൂപ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതെന്നും കൂടി ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. അതായത് ഈ പറയുന്ന പ്രധാനമായിട്ടും ഈ പറയുന്ന ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് ബിഗ് ബോസിന് തോന്നുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ പറയുന്ന ദിവസം 50,000 രൂപ എന്നുള്ള കണക്കിൽ കൊടുക്കുന്നത്. ഇപ്പൊ രേണുസുതിയുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനായിരുന്നു എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ഈ സുധിയുടെ മരണശേഷം ഈ രേണുവിന്റെ ഫാമിലി രക്ഷപ്പെട്ട് കാണണം എന്നുള്ളൊരു മെജോറിറ്റി ഓഫ് ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ രേണുവിന്റെ രീതിയിൽ ഷോർട്ട് ഫിലിംസിലൂടെയും ആൽബംസിലൂടെയും അതുപോലെ തന്നെ ഇന്റർവ്യൂസിലൂടെയും എല്ലാം കൂടുതലും ഈ പറയുന്ന ഓഡിയൻസുമായിട്ടൊരു ഇന്ററാക്ഷന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ ഇവരെ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് വലിയൊരു ലാർജ് ഓഡിയൻസ് ഉണ്ട് പുറത്ത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ രേണുസുതി എങ്ങനെയാണ് മത്സരിക്കുക, അല്ലെങ്കിൽ രേണുസുതിനകത്ത് ജയിക്കുമോ ഇല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുക എന്നെല്ലാം അറിയാനുള്ള ഒരു ത്വര മെജോറിറ്റി ഓഫ് ഓഡിയൻസിനകത്ത് ഉണ്ട്. അപ്പൊ അതിനാണ് ബിഗ് ബോസും ഇവിടെ പ്രധാനമായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം. അതായത് ഇത്തരത്തിൽ ഉള്ള കുറച്ച് ആൾക്കാരെ എടുത്തു കഴിയുമ്പോഴത്തേക്കും അവരുടെ ഫാൻ ബേസ് അല്ലെങ്കിൽ അവരുടെ ഹേറ്റേഴ്സ് എല്ലാം ഇവരെന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി ഉറപ്പായിട്ടും ഈ പറയുന്ന ഷോ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രേണുസുദിന് 50,000 രൂപ എന്ന് പറയുന്ന രീതിയിൽ ദിവസം ശമ്പളം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഷാനവാസ്, അദ്ദേഹം നമുക്കറിയാം വർഷങ്ങളായിട്ട് സീരിയൽ രംഗത്ത് വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. അപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഏഷ്യാനെറ്റ് ചാനലിലൂടെ അവർ ഫാമിലി ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു ഷോ തന്നെയാണ്. പ്രധാനമായിട്ട് ഈ അമ്മമാരൊക്കെയാണ് ഈ ഷോ കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം പരിചയമുള്ള ഒരു ഫേസ് തന്നെയാണ് ഷാനവാസ്. സീരിയൽ രംഗത്തെല്ലാം ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോഴും ഓക്കെ നമുക്ക് അറിയാവുന്ന ആളാണ് ഇതെന്നുള്ളൊരു ഒരു ഇമോഷണൽ കണക്ഷൻ ഈ പറയുന്ന ലാർജ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. അപ്പൊ ഇവരാണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെ ആയിരിക്കും പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നൊക്കെ അറിയാനുള്ള ഒരു ത്വര ഉറപ്പായിട്ട് ഈ പറയുന്ന ഓഡിയൻസിന് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിനും ഈ പറയുന്ന 50,000 രൂപ ദിവസം ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അനുമോൾ നമുക്കറിയാം സ്റ്റാർ മാജിക്കിലൂടെയും എല്ലാം ഇതുപോലത്തെ റിയാലിറ്റി ഷോസിലൂടെയൊക്കെ എല്ലാം വളരെയധികം ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഫേസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓഡിയൻസ് അനുമോളിനെയും
ആ ഒരു പെർഫോമൻസ് കാണാൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോളിനും ഈ പറയുന്ന 50,000 രൂപ എന്നുള്ള രീതിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പാനിശരത്തിന്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് അപ്പാനിശരത്ത്. അപ്പോൾ ഈ പറയുന്ന സീരിയൽ, TV, റിയാലിറ്റി ഷോസ് ഒന്നും അല്ലാതെ സിനിമകൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ രീതിയിലുള്ള ഓഡിയൻസിനെ അപ്പാനിശരത്തിലൂടെ ബിഗ് ബോസിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവുന്നത്. പിന്നെ അതിലാനൂർ ഇവര് 2 മത്സരാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസ്കഷൻസ് കേരളക്കരയിൽ ഉണ്ടാക്കിയിട്ടുള്ള 2 ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫും എങ്ങനെയാണ് പോകുന്നത്, ഇപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ്, ഇവർ എന്തൊക്കെയാണ് പ്ലാൻ, അല്ലെങ്കിൽ ഇവരുടെ റിയൽ ലൈഫ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ബിഗ് ബോസ് ഇവരിലൂടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം ഒരു ഏകദേശ തുകയാണ്, അൺഒഫീഷ്യലാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. എങ്കിലും ഏകദേശം ഈ ഒരു പറഞ്ഞൊരു തുകയോട് അടുത്ത് തന്നെയായിരിക്കും ഇവർക്ക് ദിവസവും ലഭിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ.